അങ്ങനെ ഈ മഴയും പിടിച്ച് ഞങ്ങൾ ഒരിടം വരെ പോകാൻ ഇറങ്ങിക്കോ. അതെവിടേക്കാണെന്ന് നോക്കിയാലോ? വായു. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയുണ്ടാകും. എന്നാലും അവിടെ വരെ പോയി അതൊന്ന് കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മഴയൊന്നും നോക്കിയില്ല. രാവിലെ 10 മണിയായപ്പോൾ ഇറങ്ങി. പോകുന്ന വഴിക്ക് വണ്ടിയിലേക്ക് കയറിയ പാടെ തന്നെ കുഞ്ഞാഞ്ഞു ഉറങ്ങിപ്പോയി. വേറെ എവിടെയോ അല്ല, നമ്മൾ എത്തിയിരിക്കുന്നത് കേരളത്തിലെ ഫസ്റ്റ് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ പാർക്കിലാണ്. ഇത് കണ്ണൂരിലാണ്. ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പുറത്തിറങ്ങി. അപ്പോൾ ഇതാണ് വീട്. അപ്പോൾ പുറത്തുനിന്ന് നോക്കിക്കഴിയുമ്പോൾ ഇത് നേരെ തലതിരിഞ്ഞിരിക്കുന്നതായിട്ട് തോന്നും. ഇത് കാർ പോർച്ചിൽ കാറൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നതായിട്ട്, ഒറിജിനൽ കാറാണത്. വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ആയിട്ട് വരുന്നത്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കാം. അതിന് മുന്നേ ഇവിടെ എൻട്രി ഫീസൊക്കെ ഉണ്ട്. അതെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഉള്ളിലേക്ക് കയറാം. ഈ ഒരു ഫോട്ടോ നമുക്ക് വരച്ചിരിക്കുന്നത് കണ്ടാൽ മനസ്സിലാവില്ല, പക്ഷെ അത് സിലിണ്ടറിൽ നല്ലതായിട്ട് കാണാൻ പറ്റും. ഇതൊരു കിണറാണ്. പിന്നെ ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത് നമ്മൾ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഇങ്ങനെ പീസ് പീസായിട്ട് പേപ്പറുകൾ വെച്ചിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ മറു സൈഡിലേക്ക് പോകുമ്പോൾ അതൊരു ഗാന്ധിജിയുടെ പടമായിട്ട് മാറും. ഇതും അതുപോലെ തന്നെ ഒരു സൈഡിൽ നോക്കുമ്പോൾ കുട്ടി കരയുന്നതായിട്ട് തോന്നും, മറു സൈഡിൽ എത്തുമ്പോഴത്തേക്കും അത് ചിരിക്കുന്നതായിട്ട് തോന്നും. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു സൈഡിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ പിരമിഡ് പോലെയും മറു സൈഡിൽ അതൊരു സ്ക്വയർ ഷേപ്പിലും വരും. ഇത് ഒരു ഫോട്ടോയാണ്. ഇതിൽ 3 പേരെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മളിങ്ങനെ ബാക്കിലേക്ക് വരുന്നതനുസരിച്ച് അതിൽ വേറൊരാളുടെ പിക്ചറും കൂടി നമുക്കതിൽ കാണാൻ പറ്റും. പിന്നെ കുറച്ച് ഊഞ്ഞാലൊക്കെ കണ്ടു, അതിലൊക്കെ കയറി ഒന്ന് ആടി. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോറിൻ്റെ പൊക്കത്തോടെയൊക്കെ അരിഞ്ഞ് കയറുന്ന പോലെയും അതിൽ ഊഞ്ഞാലാടുന്ന പോലെയും കയറിയിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ അങ്ങനെയൊക്കെ കയറി നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു, നമ്മളിങ്ങനെ തൂങ്ങിക്കിടക്കുന്നതൊക്കെ ആയിട്ടും ഒക്കെ. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ബെഡ്റൂമിലുള്ള എല്ലാ സാധനങ്ങളും, ബെഡും സോഫയും ഒക്കെ തലതിരിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതെന്ന് പറഞ്ഞത് ഒരു ഇല്യൂഷൻ പാലമാണ്. അത് ആ ഷേപ്പിൽ ഇങ്ങനെ വരച്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ കയറി അതിൽ കൂടി നടന്നു പോകുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യത്തക്ക രീതിയിൽ ഒരു ഇത് വരച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ കുറേ ആനിമൽസിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന പോലെയൊക്കെ തോന്നും. പിന്നെ വെള്ളത്തിൽ നിന്ന് എടുത്ത് പൊക്കുന്ന ഒരു ഫിഷിനെയും കുഞ്ഞക്വേറിയോ ഒരു വിൻഡോയും ഒക്കെ ഉണ്ട്. ഇത് നല്ലൊരു ഫോട്ടോ ഫ്രെയിമാണ്. പിന്നെ ഒരു വലിയൊരു ഫിഷ് ടാങ്കുണ്ട്, അതിൽ കുറേ ഫിഷും ഒക്കെ ഉണ്ട്. ഇതാണെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ 2-3 ഗ്ലാസ്സുകൾ വെച്ചിരിക്കുന്നതായിട്ട് തോന്നുള്ളൂ. പക്ഷേ ഇത് നമ്മളിങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ തോറും നമ്മുടെ റിഫ്ലക്ഷൻ കുറേ നമ്മളുടെ ഫോട്ടോസ് അതിനകത്ത് കാണാൻ പറ്റും. അതാണത്. പിന്നെ ഞങ്ങൾ വെളിയിൽ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് മേടിച്ച ചക്കശില്പം. ഈ പാർക്കിൻ്റെ പേര് ബിഗ് നഴ്സറി എന്നാണ്. അപ്പോൾ അവിടെ കുറേ തൈകളൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാം ചെറിയ തൈകളായിരിക്കുമ്പോൾ തന്നെ അതിലൊക്കെ കായകളുണ്ടാവുന്ന കൂട്ട് ചക്കയായാലും പേരയായാലും അങ്ങനെ ഒരുപാടെണ്ണമുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരാൻ വേണ്ടി ഇറങ്ങി വന്നപ്പോഴാണ് അവിടെ ഒരു ഒട്ടകത്തെ കണ്ടത്. അതിൻ്റെയും പുറത്ത് കയറി. ചെറുതായിട്ട് മഴയൊക്കെ തുള്ളുന്നുണ്ടായിരുന്നു. എന്നാലും എല്ലാവരും ഏറുമാടത്തിലും ഒക്കെ കയറി ഞങ്ങൾ തിരിച്ചു പോയേക്കാം എന്ന് വിചാരിച്ച് ഇറങ്ങി. അപ്പോൾ ഇത് കണ്ണൂർ കായലോടെന്ന് പറയുന്ന സ്ഥലത്താണ്. കൂത്തുപറമ്പിന് അടുത്തായിട്ട് വരും. അപ്പോൾ ബൈ ബൈ, താങ്ക് യു.